അവിടെ ഉണ്ട്. ആരും പേടിക്കണ്ട, ബോധം കെട്ട് വീണത്, അല്ലാണ്ട് കാഞ്ഞു പോയതല്ല. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇങ്ങോട്ട് മാറി. തിരുവേനി ഇപ്പൊ വിളിക്കണ്ട, എണീക്കില്ല. അതെന്താ? വിഗ്രഹം കാണാണ്ടായപ്പോ കിടന്ന കിടപ്പാ. ഇടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റ് എന്റെ കൃഷ്ണ എന്റെ കൃഷ്ണ എന്നൊന്നും മകനാണോ? അല്ല, അത് കൃഷ്ണൻ പോറ്റിയല്ലേ, ഇത് ഭഗവാൻ കൃഷ്ണ വിളിച്ചതാ. സ്വാമി അവിടേക്കല്ല, അത് സ്വാമി അരവിന്ദ് സ്വാമി. ഇത് സ്വാമി എന്നെ വിളിച്ചതാ. മരുന്ന് കിട്ടിയ സുലൈമാൻ സ്വാമി. അനുഗ്രഹം കൊണ്ട് കിട്ടി സ്വാമി. ആശ്രമത്തിലെ എല്ലാ പേരും സ്വാമിമാരല്ലേ സ്വാമി? അതെ സ്വാമി. ഇത് നല്ല തമാശ. നന്നായി. കള്ളനും പോലീസും കൂടെ ഇവിടെ സിനിമാ കഥ പറഞ്ഞു നിന്ന് കോൾമൈറോളുവാണോ? നോക്കി നിൽക്കാതെ അറസ്റ്റ് ചെയ്യുവനെ. എന്തിനാ? ചുമ്മാ ഒരു രസത്തിന്. സാറേ വിഗ്രഹം മോഷ്ടിച്ച ഇവനാ. പ്രസിഡന്റ് എന്തായി പറയുന്നത്? ഈ സ്വാമിയോ? ഇവൻ എവിടുത്തെ സ്വാമി? ഇവ ആസാമിയാ. ഓ ആസാമി അല്ല, ഔറംഗബാദി. വിഗ്രഹം കട്ടെടുത്തിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കിട്ടിയ വേഷമല്ലേ ഇത്? കാവി അമ്മാവൻ സ്വാമി. നിന്റെ ഈ മുഖംമൂടി ഇന്ന് ഞാൻ പൊളിക്കൂടാ. പാർത്ഥാനന്ദ തിരുവടികളെ. സർ, കളക്ടർ വരും. ഓ കളക്ടർ എന്തിനാ ഇവിടെ വരണം? അത് നേരാണല്ലോ. കളക്ടറെ വിളിച്ചു വെച്ചാൽ ഞാനാ. കളക്ടർ മാത്രമല്ല MLA യും മന്ത്രിയും വരും. കളക്ടറുടെ ഉത്തരവിന്മേൽ ഇവനെ കയ്യാമം വെച്ചുകൊണ്ട് പോകുന്ന നാട്ടുകാര് കാണണം. പോയി കളക്ടറെ സ്വീകരിക്കും സാറേ. നമസ്കാരം സാർ. എന്താണോ വല്ല തുമ്പും കിട്ടിയോ? തുമ്പ് മാത്രമല്ല, മുഴുവനോടെ കിട്ടി തമ്പിക്ക്. സാർ വിഗ്രഹം മോഷിച്ച ഇവനാ. വെറുതെയാണ് സാർ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഇയാള് വെറുതെ എന്തൊക്കെയോ. അല്ല, തെളിവുണ്ട്. എന്ത് തെളിവ്? മാറ്റിപ്പിടി. കാണണോ? കാണണോ നിനക്ക്? സാർ വന്നാട്ടെ. സാറ് കാവ്യാളെ നോക്കിക്കോ. തിരുമണി എഴുന്നേക്ക്, ആളുകൾ ചവിട്ടി തിരുമ്പും. തിരുമണി പുറകെ ഉണ്ടാവണം. സാർ കണ്ടോ സാർ? എന്റെ മോളുടെ കയ്യിലിരിപ്പില്ലേ? കയ്യിലിരിക്കുന്നില്ലേ? ഇതാണ് തെളിവ്. തിരുമണി. കൃഷ്ണ താളിയോല. അതെ, ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എഴുതി നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങൾ ഇതെങ്ങനെ പുറത്തു വന്നു? ഇവൻ എടുത്തത്. പൂട്ടിക്കിടന്ന ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ച് ഇവൻ കണ്ടെടുത്ത. ഉണ്ണിയല്ല, നീ തന്നെയാ. കോടതിയിൽ എനിക്കെതിരായി സാക്ഷി പറയണമെന്ന് പറഞ്ഞ് നീ ഇത് കാട്ടി എന്റെ മോളോട് പറഞ്ഞത് ഞാൻ പറയണോ? ഇവൾ എന്റെ മോളാടാ, തന്തയ്ക്ക് പറഞ്ഞ മോള്. കളക്ടർ സാറേ, ഇത് കട്ടെടുത്ത് ഇവനാണെങ്കിൽ പിന്നെ വിഗ്രഹം കട്ടെടുത്ത് ഇവനല്ലാണ്ട് പിന്നെ ആരാ? എന്തോ കളഞ്ഞു പോയ അണ്ണാനെ പോലെ നോക്കി കണ്ട് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് കൊടുക്കും സാറേ. എന്റെ ഉണ്ണി അറസ്റ്റ് ചെയ്യരുത്. ഉണ്ണിയല്ല അറസ്റ്റ് ചെയ്ത് നിന്നെയാ. വില കൊണ്ടുപോവാ. കോടതി കൊണ്ടുപോവില്ലേ? മയില് എങ്ങോട്ടാ?
നിർത്താൻ നിർത്താൻ. നീ ആരാന്നാ ചോദിച്ചത്? ഇതുവരെ നീ വെറും ഡ്രൈവർ ആയിരുന്നില്ലേ? ആ. അതായത് സാരഥി. ഇനി ഞാൻ സാരഥി. നീ പാർത്ഥനല്ലേ? ആ. അപ്പൊ പാർത്ഥന്റെ സാരഥി പാർത്ഥസാരഥി. ഇനി പൂമ്പടി കളിക്കാം. ഈ കാടിട്ടത് അത് നോക്കിയിരിക്കണം. ആണ് അല്ല. ആണെന്ന്. അല്ല. അയ്യോ, പൂങ്കൊടിയുടെ കാര്യം. പൂങ്കുടി, ആരടി ഇവൻ? പാർത്തേട്ടാ ഇത് ഇവനല്ലേ അവൻ? യവൻ ലവൻ ലവന് അല്ല, കുശൻ. എടാ നീയല്ലേ എന്നാ കാറില്? കാറിലോ? ഏത് കാറില്? KL 571775 മോഡൽ ഫിയറ്റ് കാർ. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പൂങ്കുടി, പാർത്തേട്ടാ ഇത് മാധവേട്ടൻ. പാർത്തേട്ടന്റെ കൂടെ പഠിച്ച മാധവേട്ടൻ. മാധവേട്ടനോ? ഏത് മാധവേട്ടൻ? അങ്ങനെ ഒരു മാധവൻ എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. എടാ പാർത്ഥ, നിനക്ക് എന്നെ മനസ്സിലായില്ല? ഗോളിവർ റോയൽ കോളേജിൽ നിന്നോടൊപ്പം പഠിച്ച മാധവനാണ് ഞാൻ. അവനൊരു മാധവൻ എന്നോടൊപ്പം പഠിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല. ഇവനിത് എന്ത് പറ്റി? എടാ ഇത്രയും കാലം കഴിഞ്ഞിട്ടും മറക്കാതെ പഴയ ചങ്ങാതിയെ കാണാൻ എത്ര ദൂരം താണ്ടി വന്നവനാ ഞാൻ. എന്നിട്ടും നിനക്ക് എന്നെ ഓർമ്മയില്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പാർത്ഥ, തീരെ പ്രതീക്ഷിച്ചു. ഓ പിന്നെ, കൂടെ പഠിച്ച ചങ്ങാതിയെ കാണാൻ കോളിയർന്ന് ഇത്രയും ദൂരം ഓടി വരാൻ ഇവിടെ എന്താ കോളിയർ റോയൽ കോളേജ് അലൂമിനി ഫംഗ്ഷനോ? ദേ നിന്റെ വേലത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയടാ, നീ ആ കള്ളത്തമ്പിയുടെ ആളല്ലേ? തമ്പിയോ? ഏത് തമ്പി? തമ്പി നിന്റെ മറ്റേ ഓ ഉണർന്നോ ഓ കുംഭകർണൻ? അമ്മ എത്തിയോ? ആരാമേവൻ? അയ്യോ നിന്റെ ഒപ്പം പഠിച്ച ചങ്ങാതി. അയ്യോ അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി? പറ്റിയത് നിനക്കാ. നിനക്കെന്നെ അറിയാം, പണ്ട് മുതൽക്കേ അറിയാം. അറിയാത്ത പോലെ അഭിനയിക്കുക. മോനെ, ഒപ്പം പഠിച്ചപ്പോഴുള്ള കഥകളൊക്കെ മാധവനോട് പറഞ്ഞിരിക്കായിരുന്നു. നീ കോളേജിലെ പടിക്കെട്ടിന്ന് വീണ് കൈയൊടിഞ്ഞതൊക്കെ അതൊക്കെ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കായിരുന്നു. പാർത്തേട്ടനാ ഒന്നും ഓർമ്മയില്ലാത്ത. മതവേട്ടാ, കദളിപ്പഴം കുറച്ച് കിട്ടി. പിന്നെ വെണ്ണ എത്ര നല്ലതാണെന്നറിയില്ല, എന്നാലും വാങ്ങി. കദളിപ്പഴവും വേണയോ? ഇതാർക്ക്? നിന്റെ ചങ്ങാതിക്ക്. കദളിപ്പഴവും വെണ്ണയും ചേർത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. നല്ല കോമ്പിനേഷനാ. ഓ. അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. നീ ഒന്ന് കഴിച്ച്. ക്ഷേത്രത്തിലെ കളവുമായി വിഗ്രഹം കുട്ടനാട് പറമ്പിലുണ്ടെന്ന് അവിടെ കുളിച്ചോണ്ടിരിക്കുക. വേഗം വാ. കുഴിക്കണോ? കുഴിക്ക കുഴിക്ക കുഴിക്ക. സ്ഥലം മാറിയോ? വിഗ്രഹം കിട്ടി. കിട്ടിയോ? എന്റെ കൃഷ്ണ, സ്വപ്നത്തെ കാണിച്ചത് ഇത്ര അച്ചട്ടാവൂന്ന് ഞാൻ കരുതിയതേ ഇല്ല. സ്വപ്നത്തിലോ? അതേന്ന് നേരം പുലരാറായപ്പോ ഇടത്തെ ചെവിയിൽ ഒരു സംഘനാദം. തെക്കേതിലെ കണാരന്റെ പൂവങ്കോഴി കൂവിയതാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നൊരു അശരീരി. ഭക്ത ശിരോമണിയായ ഫൽഗുനൻ തമ്പി, കുട്ടൻ നായരുടെ പറമ്പിന്റെ കിഴക്കേ മൂലയ്ക്ക് കുഴിക്കേ കളവുപോയ വിഗ്രഹം കിട്ടുമെന്ന്. കോൾമയിർ കോൾമയിർ കൃഷ്ണ, ഇതവൻ തന്നെ കുഴിച്ചിട്ടതാ, എനിക്ക് ഉറപ്പാ. ഭഗവാനോ? അല്ലടോ പാർത്ഥ. എന്താ ഇവിടെ? വന്നല്ല, കണ്ടോടാ നീ കുഴിച്ചിട്ട വിഗ്രഹം. ഞാനോ? ഞാനോന്നോ? പിന്നെ അല്ലാതാരാ? കുഴിച്ചിട്ട കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? ഇല്ല, എനിക്കറിയില്ല. ഇത് കുഴിച്ചിട്ട് ഞാനല്ല. നീ തന്നെയാണ്. ക്ഷേത്രത്തിലെ താളിയോലൊക്കെ എന്തെങ്കിലും കട്ടെടുത്തത് നീയാണെന്ന് ഈ നാട്ടുകാർ കണ്ടതാണ്. വരുവടാ, ഇപ്പൊ വരും. MLA-യും പോലീസും കളക്ടറും ഒക്കെ ഇപ്പൊ എത്തും. എല്ലാവരും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി നീ രക്ഷപ്പെടില്ല. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നിങ്ങൾ പറ, എന്ത് ശിക്ഷ നീ കള്ളന് കൊടുക്കേണ്ടത്? ഞാൻ പറയാം. ഭഗവാന്റെ വിഗ്രഹം കട്ടെടുത്തതിനുള്ള ശിക്ഷ ഞാൻ വിധിക്കാം. മാധവ? അതെ, മാധവൻ തന്നെ. ഏത് മാധവൻ? ഇവൻ ആര്? പറയാം. നീ എന്ത് കരുതി? നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്നോ? എന്റെ മുതുമുത്തച്ഛന്റെ കാലം തൊട്ടേ ഞങ്ങളുടെ തറവാടിന്റെ വേരോടിയ മണ്ണാണ് ഈ കൃഷ്ണൻ. ഏത് മുത്തച്ഛൻ? മുകുന്ദൻ മുത്തച്ഛൻ. ഏത് തറവാട്? വൈകുണ്ഠപുരം തറവാട്. അതെവിടെയാ? ഇപ്പൊ ഇല്ല, ക്ഷയിച്ചു പോയി. എല്ലാവരും ഇപ്പൊ ചാവക്കാടിനടുത്താണ്. കടപ്പുറത്താണോ? അല്ല, പെരപ്പുറത്ത്. അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? അല്ല. എടാ, പടക്കുറുപ്പന്മാരുടെ തറവാടാ ഞങ്ങൾ. വാളും പരിചയം വെച്ച് പൂജിച്ച വിഗ്രഹമാണത്. അതാണ് നീ കട്ടെടുത്തത്. അതുകൊണ്ട് ഇവന്റെ ശിക്ഷ ഞാൻ വിധിക്കും. എന്നാ വിധിക്ക്. ഇവനെ തല്ലിക്കൊല്ലണോ കല്ലറിഞ്ഞു കൊല്ലണോ? ഏയ്, അതൊന്നും പോരാ ഇവന്. മുത്തച്ഛന്മാരുടെ കാലത്ത് പടക്കുറുപ്പന്മാരുടെ ഒരു 3-ാം മുറ പ്രയോഗമുണ്ട്. മുണ്ട് വെക്ക്. പൊക്കി മുണ്ട് മടക്കി കുത്താൻ പറഞ്ഞു കേട്ടില്ലേ? മുണ്ട് മടക്കി കുത്തണോ? മുട്ടുകാലിൽ മുഴയുണ്ടോ? ഒരു മഴയുണ്ട്. മുട്ടുകാലിൽ ഒരു മുഴയുള്ളവൻ കുടുംബപരമായി മുഴുക്കളനാണെന്നാണ് ശാസ്ത്രം. അയ്യോ, എന്റെ അനന്തരവനാണ്. കുറ്റമല്ലല്ലോ. ഒന്ന് പുറകോട്ട് നിന്നേ.
ശിക്ഷ വിധിക്കുന്നത് ഞാനാണെങ്കിലും അത് നടപ്പാക്കേണ്ടത് ഈ കൃഷ്ണവൃത്ത കാരണവരായ തമ്പി അദ്ദേഹം. അതിന്റെ പുണ്യം അങ്ങേക്ക് കിട്ടും. പിന്നെ അത് ഞാൻ ഏറ്റു. നീ മിടുക്കനാണ് മാധവ. ഞങ്ങൾ പടക്കുറുപ്പന്മാരുടെ ആചാരപ്രകാരം ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കാരണവരും നാട്ടുകാരും ഒരു വായ്ത്താരി ചൊല്ലണം. എന്തു വായ്ത്താരി? എല്ലാവരും കണ്ണടച്ച് ചെവി മൂടി ഞാൻ പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലിയട്ടെ. എല്ലാവരും കണ്ണടച്ച് ചെവി പൊത്തി ഇദ്ദേഹം പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലണം. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട് ദേശത്തെ പരകോടിയാട്ടം. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചട്ടെ. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട്ട് ദേശത്ത് പരകോടിയാട്ടം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ശിക്ഷ നടപ്പിൽ പോയി. എങ്ങോട്ട് പോയടോ? ഓടിപ്പോടോ. പനങ്ങാട്ട്